ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സ്വതന്ത്ര ശീലം ഇഷ്ടപ്പെടുന്ന, സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുവാൻ ഇഷ്ടമുള്ളവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാരിൽ ബുദ്ധിശക്തിയും അഭിമാനശീലവും ധാരാളമുള്ളവരാണ്. പ്രത്യേകിച്ച് ഔദാര്യശീലവും സഹായ മനസ്ഥിതിയും ഏറ്റവും കൂടുതലുള്ള ഈ ചതയം നക്ഷത്രക്കാരിൽ ഇവരുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപിൻ നോക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഗുണദോഷ അനുഭവങ്ങൾക്ക് വരാറുണ്ട്. കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചതയം നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിൽ തന്നെ നിൽക്കുന്നതും, ഈ ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപത്യമുള്ളതുകൊണ്ടും അഷ്ടമത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവിട്ടം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനൊക്കെ തളർച്ചകളോ ക്ഷീണാവസ്ഥകളോ തോന്നുന്ന പക്ഷം ഈ സമയങ്ങളിൽ കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും ചിന്തിക്കുമ്പോൾ ഈ ജൂൺ മാസത്തിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. കർമാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ 3-ാം ഭാവമായിട്ടുള്ള സഹായ സ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും, വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതിനാലും, നിവൃത്തിനാഥനായിരിക്കുന്നതായ സൂര്യൻ്റെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയും കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും ഈ ജൂൺ മാസത്തിൽ സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ അതുമൂലം മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. 4-ാം ഭാവത്തിലാണെങ്കിലോ ലാഭാധിപനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഗൃഹസംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. 7-ാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യനാണെങ്കിൽ 4-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 7-ാം ഭാവത്തിലേക്ക് ദുരിതാധിപനായി നിൽക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ അസ്വാരസ്യങ്ങളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. ഈ ശനീശ്വരനാണെങ്കിൽ 12-ാം ഭാവാധിപത്യവും വ്യയാധിക്യവും ഉള്ളതുകൊണ്ട് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടതാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെ നിയന്ത്രിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ.
വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തിലൂടെയും 5-ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ പഠന കാര്യങ്ങളിലെ മനോബലവും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു സമയത്ത് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനവും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്.